മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം, എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ? ഇതുപോലെയാണിപ്പോൾ കേരള പോലീസിന്റെ കാര്യം. സാധാരണ മനുഷ്യർ ഗുണ്ടായിസം കാണിച്ചാൽ പോലീസ് നടപടി സ്വീകരിക്കും. പക്ഷേ പോലീസ് ഗുണ്ടായിസം കാണിച്ചാലോ? കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനത്തിന് സൈഡ് നൽകുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് പോലീസ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കൊട്ടാരക്കര പോലീസ് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും 2 മണിക്കൂറോളം നിർത്താതെ ഇടിച്ചതായുമാണ് പരാതി. ഒടുവിൽ അവശനായ യുവാവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ചികിത്സ നൽകാൻ നിർദ്ദേശിച്ചു. പിന്നാലെ കൊട്ടാരക്കര SI പ്രദീപ് ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ കോടതി കേസുമെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 പള്ളിക്കൽ മണ്ണറയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് മകളുമായി ഹരീഷ് കാറിൽ വരുമ്പോഴാണ് സംഭവം. കൊട്ടാരക്കര സ്റ്റേഷനിലെ SI പ്രദീപ് സിവിൽ ഡ്രസ്സിൽ എതിരെ കാറിലെത്തുകയും സൈഡ് നൽകുന്നത് സംബന്ധിച്ച് തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം കൊട്ടാരക്കര പോലീസിൽ നിന്നും നിരന്തരം ഫോൺ കോളുകൾ വരികയും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് ബാർ ജീവനക്കാരനായ ഹരീഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി 4 പോലീസുകാർ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയതായാണ് പരാതി. കാറിനുള്ളിൽ വെച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും ഹരീഷ് പറഞ്ഞു. ഞാനും എന്റെ വൈഫും കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയില് ഒരു കാർ ഓപ്പോസിറ്റ് വന്നു. അതപ്പം അതിന് ഞാൻ ഫ്രണ്ട്സിൽ സൈഡ് തരാൻ പറഞ്ഞു, റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ വണ്ടി പുറമോട്ട് പോകത്തില്ലയോ? ഞാൻ പറഞ്ഞ നീ എന്റെ വണ്ടി പുറത്ത് 10-20 മീറ്റർ പുറമോട്ട് പോകണം, എന്നാ വളവെന്ന് പറഞ്ഞാൽ നമുക്ക് പോവാന്ന് പറഞ്ഞു. വളച്ചു വന്നു. കേട്ടാ കാർ എടുത്തിട്ട് എന്നോട് വെച്ചു, നീ ഇത് വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോവാനാ. നീ കള്ളം പറയാൻ എന്റെ ഷോൾഡർ. ഞാനും പിടിച്ചു കയറി. ഒരു 6:30 സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു. ഹരീഷ് നീ എവിടെ കോൾ വന്നു. അവരൊരു പേഴ്സണൽ വണ്ടിയിലാണ് വന്നേ. ചുമന്ന വണ്ടിയാ, മറ്റൊരു പേര് എനിക്ക് കറക്റ്റ് ചുമന്ന വണ്ടിയായിരുന്നു. അതിനിടയ്ക്ക് തിരിക്കാൻ പറഞ്ഞു. വണ്ടി അവിടുന്ന് എടുത്ത് അങ്ങ് പെരുങ്കുളം പോയിട്ട് റൂട്ടിൽ കയറി. പിന്നെ വണ്ടി കയറി ഇടിയായിരുന്നു. വണ്ടിക്കകത്ത് എന്നെ ദൂരം താമസിച്ചില്ല. വിവസ്ത്രനാക്കി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും കാൽവെള്ളയ്ക്ക് ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് അടിക്കുകയും ചെയ്തതായും ഹരീഷ് പറയുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ഹരീഷ് അവശനിലയിലായിരുന്നു. മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി ഹരീഷിന്റെ മൊഴി കോടതി വിശദമായി രേഖപ്പെടുത്തി. ഉടൻ ജാമ്യം അനുവദിക്കുകയും ചികിത്സ നൽകാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഹരീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര SI പ്രദീപ് ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ കോടതി കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര.